ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് പ്രത്യേക സമയമുണ്ടോ, കുളിക്കേണ്ടതുണ്ടോ, ശുദ്ധാശുദ്ധങ്ങൾ നോക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് ഭക്തന്മാർക്ക് ശുദ്ധാശുദ്ധങ്ങളോ അസമയങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. ഈ സഹസ്രനാമം രാവിലെ എഴുന്നേറ്റ് തുടങ്ങി ജപിച്ച് കുളിക്ക് ഇടയിലൂടെ ജപിച്ചുകൊണ്ടേയിരുന്ന അവസാനം ഇസ്തിരിയൊക്കെ ഇട്ട് ജോലിക്ക് പോകാൻ നേരം ആകുമ്പോഴത്തേക്ക് സമർപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. യാത്രയിൽ നന്നായി ജപിച്ച് സമർപ്പിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം തുടങ്ങി പിന്നീട് ആഴ്ചയിൽ എല്ലാ ദിവസവും ജപിക്കുന്ന ജപം ശീലമാക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് എന്തെന്നാൽ കൃത്യമായൊരു നിഷ്ഠയോടുകൂടി ജപിച്ചാൽ അത് ഏറ്റവും നന്നായിരിക്കും. എനിക്കറിയാവുന്ന ധാരാളം പേരെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ജപിച്ചതിന് ശേഷം മാത്രമേ അവർ ജലപാനം ചെയ്യാറുള്ളൂ. എന്നാൽ എഴുന്നേറ്റ വെടുതി കയ്യും കാലും കഴുകി നെറ്റിയിൽ ഒരു ഭസ്മമൊക്കെ കുറി തൊട്ട് ജപിച്ച് എഴുന്നേൽക്കുന്ന ആൾക്കാരും നമുക്കറിയാവുന്നവരുണ്ട്. അപ്പോൾ ഏതായാലും ദേശകാലത്തിന് യാതൊരു പ്രാധാന്യവുമില്ല, സമയാസമയങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല, അതേപോലെ ശുദ്ധാശുദ്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല അമ്മയുടെ ഈ നാമങ്ങൾ ജപിക്കുന്നതിന്. അതേപോലെ തന്നെ ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ധ്യാനരൂപങ്ങൾ ഭംഗിയായി തെളിയണം. മൂന്നാമത്തെ ധ്യാനരൂപം സകുങ്കുമ വിലേപന മളിക ചുംബിക സ്തൂരികാം എന്ന് തുടങ്ങുന്ന ആ നാമം അതിസുന്ദരമായ നാമമാണ്. സകുങ്കുമ വിലേപന മളിക ചുംബിക സ്തൂരികാം. കുങ്കുമ കളഭക്കൂട്ട്, വിലേപനം അത് ശരീരത്തണിഞ്ഞവൾ, കസ്തൂരി തിലകം അങ്ങനെ നെറ്റിയിൽ പൂശിയവൾ, നല്ല സുന്ദരമായ മന്ദഹാസത്തോടുകൂടി ഭക്തന്മാരെ വീക്ഷിക്കുന്നവൾ, ശരവും ചാപവും പാശവും അങ്കുശവും ധരിച്ചങ്ങനെ വിസ്തരിച്ചിങ്ങനെ ഇരിക്കുന്നവൾ, അശേഷജനമോഹിനിയായിട്ടുള്ളവൾ, സാധാരണ ജനങ്ങൾക്ക് മോഹിനിയായിരിക്കുന്നവൾ, അരുണമാല്യങ്ങൾ അങ്ങനെ ധരിച്ച് അത്ര സുന്ദരിയായിട്ടിരിക്കുന്നവൾ, അങ്ങനെയുള്ള ഭഗവതിയെ നമ്മൾ ജപാകുസുമഭാസുരയാണ്, അതായത് ചെമ്പരത്തി പൂ പോലെ അത്ര സുന്ദരമായിരിക്കുന്ന ഭഗവതിയെ നമ്മുടെ മനോമുഖരത്തിൽ ജപിക്കുന്ന സമയത്ത് ആ രൂപം തെളിഞ്ഞു വരണം എന്നുള്ളതാണ് ആ മൂന്നാമത്തെ ധ്യാനത്തിൽ പറയുന്നത്. ആ ധ്യാനത്തിൽ ഋഷിമാർ അവരുടെ തപസ്സിനൊടുവിൽ അവരുടെ മുൻപിൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ട ആ രൂപത്തെ അവർ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് വിസ്തരിച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. ചിത്രകാരന്മാർ ഈ ധ്യാനം ചിത്രരൂപത്തിലാക്കി നമുക്ക് കാണുവാൻ തക്ക രീതിയിൽ തന്നിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത്, നമ്മളിത് ജപിക്കുന്ന സമയത്ത് ഭഗവതിയുടെ ആ രൂപം നമ്മുടെ മനോമുഖരത്തിൽ അങ്ങനെ തെളിഞ്ഞ് വിസ്തരിച്ച് അങ്ങനെ വിളങ്ങി നിൽക്കുമ്പോൾ ഭഗവതിയുടെ രൂപത്തെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് ലയിപ്പിച്ചുകൊണ്ട് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു സാക്ഷാത്കാരം, ഭഗവതി സാക്ഷാത്കാരം ഉണ്ടാകും. ഭഗവതി, ഞാൻ ഇത്രയൊക്കെ ലളിത ജപിച്ചിട്ടും എനിക്ക് എന്തൊക്കെ കഷ്ടപ്പാടുകളാണ്, എന്തൊക്കെ ശത്രുദോഷങ്ങളാണ് വരുന്നത് എന്നുള്ള പരിദേവനങ്ങളൊക്കെ കളയും. നമ്മൾക്ക് ഓരോ കഷ്ടപ്പാട് വരുമ്പോഴും ഓരോ ശത്രുദോഷങ്ങൾ വരുമ്പോഴും നമ്മൾ കൂടുതൽ ജപിക്കുക. എല്ലാ ബാധകളും ദോഷങ്ങളും എല്ലാം ഭഗവതിയിലേക്കാണ് സമർപ്പിക്കുക. എല്ലാം നിൻ്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. നമുക്ക് യാതൊരു ബന്ധവും ഇതിനായിട്ടില്ല. എല്ലാം അങ്ങയുടെ അവിടുത്തെ ഈ ഇഷ്ടങ്ങളും അതേപോലെ അവിടുത്തെ തീർപ്പുമാണ് എൻ്റെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അതേപോലെ ശത്രുദോഷവും ഒക്കെ എന്നുള്ള ആ സമർപ്പണ ഭാവത്തോടുകൂടി പൂർണ്ണമായ ദൃഢതയോടുകൂടി ഭഗവതിയെ ജപിച്ചാൽ തീർച്ചയായും നിങ്ങളെ ഭഗവതി തന്നെ എല്ലാത്തിൽ നിന്നും രക്ഷിച്ച് സംരക്ഷണം നടത്തിത്തരും. നിങ്ങൾ കൊടുക്കേണ്ട മറുപടി നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കില്ല. ഭഗവതി തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും. അതുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടുകൂടി ദൃഢതയോടുകൂടി, വിശ്വാസം പാടില്ല, ദൃഢതയോടുകൂടി കൃത്യമായി തന്നെ നിഷ്ഠയോടുകൂടി ഭഗവതിയെ ആശ്രയിച്ചാൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ പൂർണ്ണമായ ഫലം
എല്ലാ ഭക്തന്മാർക്കും വന്നു ചേരും. അത് തീർച്ചയാണ്. ആർത്തവ സമയത്ത് ജപിക്കുവാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യവും സാധാരണ വന്നിട്ടുണ്ട്. ആർത്തവ സമയത്ത് ജപിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ മനസ്സിൻ്റെ ഒരു തൃപ്തി ഉണ്ടല്ലോ, മനസ്സിൻ്റെ ചില വിശ്വാസങ്ങൾ, അതുകൊണ്ട് തന്നെ ചിലർക്കതൊരു ഭയമായി തോന്നാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഒരു ഗ്രന്ഥം മാറ്റി വെക്കുക. 2 ഗ്രന്ഥങ്ങൾ വേണം. ഒരു ഗ്രന്ഥം ആർത്തവ സമയത്ത് മാത്രം ഉപയോഗിക്കുക. പക്ഷേ ഗ്രന്ഥമില്ലാതെ കാണാതെ ചൊല്ലരുത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹസ്രനാമം ഏത് സമയത്തും, എങ്ങനെയിരിക്കുന്ന സമയത്തും, ഏത് ദേശത്തും, ഏത് കാലത്തും, ശുദ്ധിയോ അശുദ്ധിയോ ഒന്നും നോക്കാതെ പൂർണ്ണമായ ഭക്തിയോടുകൂടി, വിശ്വാസത്തോടല്ല ദൃഢതയോടുകൂടി ജപിക്കുക. ഭഗവതിയുടെ അനുഗ്രഹം സിദ്ധിക്കുക. നമസ്കാരം.